ഡാഡി, ഈ പൂമ്പാട ഞാൻ വായിച്ചോട്ടെ? എനിക്ക് വായിക്കണം. അതിനെന്താ, രണ്ടുപേരും വായിച്ചോളൂ. അതിനു മുമ്പ് ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ഡാഡിയുടെ തലമുറയിലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഈ ബാലമാസിക ഒന്ന് പരിചയപ്പെടുത്തി തരാം. അന്നത്തെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷങ്ങൾ നൽകി പറന്നുല്ലസിച്ച് നടക്കുകയും ഇന്നും ആ തലമുറയുടെ മനസ്സിൽ ബാല്യകാലത്തിൻ്റെ മധുര സ്മരണകൾ ഉണർത്തുകയും ചെയ്യുന്ന ചിത്രശലഭമായിരുന്നു പൂമ്പാറ്റ എന്ന ഈ പ്രസിദ്ധീകരണം. ഏകദേശം 30 വർഷത്തോളം പല പല പത്രാധിപ സ്ഥാപനങ്ങളിൽ നിന്ന് പൂമ്പാറ്റ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം 1960കളുടെ അവസാനമാണ് ഇത് വാര്യർ പൂമ്പാറ്റ എന്ന പേരിൽ PA വാര്യർ പ്രസിദ്ധീകരിച്ചത്. പിന്നീട് അല്പകാലം ഒരു സിതാര പബ്ലിക്കേഷൻസ് ഇത് നോക്കി നടത്തുകയും അതിനുശേഷം 70കളുടെ അവസാനത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 78 ജൂണിൽ കൊച്ചിയിലെ പൈ ആൻഡ് കമ്പനി അത് ഏറ്റെടുത്ത് പൈക്കോ പൂമ്പാറ്റയായി നടത്തുകയും ചെയ്തു. പൈക്കോ ഏകദേശം 89 ഒക്ടോബർ വരെ 255 പൂമ്പാറ്റകൾ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം പൈക്കോയിൽ നിന്ന് അത് മനോരാജ്യം ഏറ്റെടുത്ത് നടത്തുകയും മനോരാജ്യം പൂമ്പാറ്റ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ആകെ നോക്കുമ്പോൾ പൈക്കോ ഏറ്റെടുത്ത് നടത്തിയിരുന്ന പൈക്കോ പൂമ്പാറ്റയാണ് കൂടുതൽ കുട്ടികൾക്ക് സ്വീകാര്യമായിരുന്നത്. ഇന്നും ഒരു തലമുറയെ മൊത്തം ആകർഷിച്ച് ഗൃഹാതുര സ്മരണകൾ ഉണ്ടാക്കി നിർത്തുന്നതും ഈ പൂമ്പാറ്റ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ പൈക്കോ പൂമ്പാറ്റ മറ്റുള്ള പൂമ്പാറ്റകളിൽ നിന്നും മറ്റുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുമൊക്കെ വളരെയധികം വ്യത്യസ്തമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ ബാക്കിയുള്ള എല്ലാ ബാലമാസികകളിലും കൂടുതലും അല്പം മുതിർന്ന കുട്ടികളെ ഉദ്ദേശിച്ചുള്ള കഥകളും കവിതകളും ഒക്കെയായിരുന്നു. പക്ഷെ പൂമ്പാറ്റ എത്തിയപ്പോൾ ആകെക്കൂടി രൂപവും ഭാവവും എല്ലാം മാറി. ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ, കഥകൾ ഇതെല്ലാം അതിലുണ്ടായിരുന്നു. അതിനുവേണ്ടി പൈക്കോ എന്താണ് ചെയ്തതെന്നറിയാമോ? അവർ ഇന്ത്യയിലെ തന്നെ കോമിക് സാമ്രാജ്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യ ബുക്ക് ഹൗസിൻ്റെ അനന്തപൈ, അദ്ദേഹം അന്ന് അമർ ചിത്രകഥ, ട്വിങ്കിൾ എന്നീ പ്രസിദ്ധീകരണങ്ങളിലൂടെ രാജ്യത്താകമാനമുള്ള കുട്ടികൾക്ക് പ്രിയങ്കരനായിരുന്നു. ആ വിജയപാത തന്നെയാണ് ഇവിടെ പൈക്കോ പൂമ്പാറ്റയും പിന്തുടർന്നത്. അതായത് അവർ IBHയുമായി ഉണ്ടാക്കിയ കരാറടിസ്ഥാനത്തിൽ ട്വിങ്കിളിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കഥകൾ, അമർ ചിത്രകഥകൾ ഇതെല്ലാം പൈക്കോ പൂമ്പാറ്റയിലും കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ മലയാളത്തിലെ മികച്ച ചില ബാലകഥാകൃത്തുക്കളുടെ നോവലുകൾ, ഉദാഹരണമായി ശ്രീ KV രാമനാഥൻ, ശ്രീ K രാധാകൃഷ്ണൻ തുടങ്ങിയവർ അവരുടെ നോവലുകളും കഥകളും കഥാപ്രസംഗങ്ങളും ഒപ്പം വധപ്രശ്നവും വഴി കണ്ടുപിടിക്കലും വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുകളും, എന്തിന് സ്കൂൾ തുറക്കുമ്പോൾ വന്നെത്തുന്ന നെയിം സ്ലിപ്പുകളും കബീഷിൻ്റെയും മാവേലിയുടെയും ക്രിസ്മസ് ഫാദറിൻ്റെയും മുഖംമൂടികളും, ആകെക്കൂടി വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും മായിക ലോകമായിരുന്നു ഓരോ പൈക്കോ പൂമ്പാറ്റയും. പ്രദീപ് സാഠയും മലയാളിയായ ശ്രീ മോഹൻദാസുമൊക്കെ അവരുടെ വരകളിൽ കൂടി ഉടലെടുത്ത നല്ല മനുഷ്യരെ പോലെ തന്നെ വളരെയധികം മിഴിവോടുകൂടി ചിരിക്കുകയും സംസാരിക്കുകയും കുസൃതികൾ കാട്ടുകയും ചെയ്യുന്ന മൃഗം കഥാപാത്രങ്ങൾ. അവ അന്നത്തെ കുട്ടികൾക്ക് പുതിയൊരു ലോകമാണ് തുറന്നു കൊടുത്തത്. യഥേഷ്ടം വാൽ നീട്ടാൻ കഴിയുന്ന കബീഷും കൗശലക്കാരനായ മുയൽ കലൂലുവും ഡിറ്റക്റ്റീവ് വിക്രമും കുസൃതിക്കാരി അമ്മുവും പപ്പൂസും എന്നു വേണ്ട, അന്ന് പൂമ്പാറ്റയിലെ കഥാപാത്രങ്ങളെല്ലാം അന്നത്തെ തലമുറ കുട്ടികളുടെ ഉറ്റ കളിത്തോഴരായിരുന്നു. ഇനിയും ഏറെയുണ്ട് പൈക്കോ പൂമ്പാറ്റയെക്കുറിച്ച് പറയാൻ. അത് പക്ഷേ മറ്റൊരിക്കലാകാം. തൽക്കാലം രണ്ടുപേരും ഈ പൂമ്പാറ്റ വായിക്കാൻ തുടങ്ങിക്കോളൂ. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും ഭാവനയുടെ ലോകത്ത് പൂമ്പാറ്റകളെപ്പോലെ പാറിപ്പറന്നോളൂ. റെഡിയല്ലേ? ശരി, തുടങ്ങിക്കോളൂ.